ഒരു പുതിയ തുടക്കത്തിൻ്റെയും ശോഭനമായ ഭാവിയുടെ ആഗ്രഹത്തോടെയും ആദ്യ ചുവടുകൾ വയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കും. എന്നാൽ ഈ വിശാലമായ ചിന്തയിലേക്ക് നിങ്ങൾക്ക് പ്രേരണ ലഭിക്കുമ്പോൾ തന്നെ അജ്ഞാതമായ ഒരു പ്രദേശത്തിൻ്റെ അരികിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നത് പോലെ അനുഭവപ്പെട്ടേക്കാം. മുൻപോട്ടുള്ള പാത അനിശ്ചിതത്താൽ മൂടപ്പെട്ടിരിക്കുന്നതും സംശയവും ഭയവും അജ്ഞാതരുടെ സ്വരങ്ങളും വെല്ലുവിളിയായി തോന്നിയേക്കാം. എന്നാൽ വിശ്വാസത്തിൻ്റെ മനഃപൂർവമായ തീരുമാനം ദൈവിക നന്മയിൽ വിശ്വസിക്കാനും അദൃശ്യതയിലേക്ക് ചുവടെടുത്ത് വയ്ക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. ബൈബിളിൽ ഇങ്ങനെ വായിക്കുന്നു: പിന്നെ യഹോവ യോശുവയോട്, ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ നിങ്ങളോട് കൂടെയും ഇരിക്കും എന്ന് ഇസ്രായേലിലെ എല്ലാവരും അറിയേണ്ടതിന് ഞാൻ ഇന്ന് അവർ കാണുകെ നിന്നെ വലിയവനാക്കുവാൻ തുടങ്ങുമെന്ന്. ഇന്ന് ഈ ഒരു റിലം അതിലേക്ക് നമ്മെ നയിക്കുവാൻ കഴിയുന്ന വിശ്വാസത്തിൻ്റെ പ്രവർത്തനം നമുക്കൊന്ന് ചിന്തിക്കാം. ഇസ്രായേലിലെ വാഗ്ദത്ത ദേശത്തെ നയിക്കുവാൻ തയ്യാറെടുക്കുന്ന യോശുവയുടെ ജീവിതത്തിൽ ഒരു സുപ്രധാന നിമിഷം ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. വിശ്വാസത്തിൻ്റെ അത്ഭുതം അസാധ്യമായതിൽ വിശ്വസിക്കുന്നത് മാത്രമല്ല, മുൻപോട്ടുള്ള പാത അനിശ്ചിതത്തിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ നന്മയിലും പരമാധികാരത്തിലും ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മുടെ വിശ്വാസം പ്രകടമാക്കുമ്പോൾ ദൈവിക അത്ഭുതങ്ങൾ അതിൻ്റെ പ്രവൃത്തി പദത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. ഓരോ ചുവടിലും നമ്മുടെ കൈ പിടിക്കുകയും നമ്മെ നയിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മോടൊപ്പം ഉണ്ട് എന്ന ഉറപ്പും, ദൈവത്തിൻ്റെ നന്മയിലും കരുതലിലും വിശ്വസിച്ച അജ്ഞാതമായതിലേക്ക് ചുവട് വയ്ക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് കൊണ്ട് ലോകത്തെ കാണുവാനുള്ള കഴിവ് നാം പ്രാപിക്കണം. അദൃശ്യതയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു എടുത്തുചാട്ടമല്ല, മറിച്ച് അത് അനുസരണത്തിൻ്റെയും പ്രതീക്ഷയുടെയും യാത്രയാണ്. നമ്മുടെ വിശ്വാസം പ്രകടമാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിൻ്റെയും മാർഗനിർദ്ദേശത്തിൻ്റെയും കരുതൽ അത്ഭുതങ്ങളിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു.